ഏക പാരമ്പര്യം, വൺ ട്രഡീഷൻ. ക്രിസ്തുവിൻ്റെ ശരീരവും അവിടുത്തെ മന്ദിരവുമായ ദൈവഭരണത്തിന് കീഴിലുള്ള രാജ്യമായ സ്വർഗരാജ്യം അഥവാ ദൈവരാജ്യം എന്ന സഭയിലേക്ക് നമ്മെ വിളിച്ചിരിക്കുന്നത് എല്ലാവർക്കും കൂടി ഒന്നായിട്ടുള്ള ക്രിസ്തുവിലുള്ള ഏക പ്രത്യാശയുടെ വിളി മൂലമാകയാൽ, അങ്ങനെ വിളിക്കപ്പെട്ടതിന് ശേഷം ക്രിസ്തുവിനെക്കുറിച്ചുള്ള ഏക പാരമ്പര്യത്തിലാണ് നാം വളരേണ്ടത്. ക്രൈസ്തവ പാരമ്പര്യങ്ങളുടെ മൂലക്കല്ല് ക്രിസ്തു മാത്രമാണ്. അതുകൊണ്ടാണ് ഇതിനെ ഏക പാരമ്പര്യം, വൺ ട്രഡീഷൻ എന്ന് പറയുന്നത്. എല്ലാ ക്രൈസ്തവ സഭകളുടെയും അടിസ്ഥാനം ക്രിസ്തുവാണ്. പാരമ്പര്യം അഥവാ ട്രഡീഷൻ പൈതൃകങ്ങൾ അഥവാ ഹെറിറ്റേജുകളാണ്. അവ യേശുക്രിസ്തുവിൽ നിന്നും വാക്കിലും പ്രവൃത്തിയിലും ആദിമസഭ പ്രാപിച്ചതും അപ്പോസ്തലന്മാരിൽ കൂടെയും അവരുടെ ശിഷ്യന്മാരിൽ കൂടെയും കാലാകാലങ്ങളിൽ പരിശുദ്ധാത്മ വ്യാപാരത്താൽ ഏൽപ്പിക്കപ്പെട്ടതും കൈമാറ്റം ചെയ്യപ്പെട്ടവയുമാണ്. ക്രൈസ്തവ സഭാ പാരമ്പര്യങ്ങൾ വിശുദ്ധ തൃത്വത്തിൻ്റെ കൃപയിലുള്ള സഭയുടെ നിലനിൽപ്പും സാക്ഷ്യവുമാണ്. ഇത് നമ്മിലേക്ക് ഏൽപ്പിക്കപ്പെട്ടതും അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടേണ്ടതുമായ കൃപയാലുള്ള ദൈവിക ചൈതന്യത്തോടുകൂടിയുള്ള കൂദാശ ജീവിതമാണ്. ഇങ്ങനെ സഭയിൽ ഏൽപ്പിക്കപ്പെടുന്നത് അഥവാ കൈമാറ്റം ചെയ്യപ്പെടുന്നത് വിശുദ്ധർ വസിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ, ദൈവം രാജാവായ സ്വർഗരാജ്യം അഥവാ ദൈവരാജ്യത്തിൻ്റെ, ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ മുഴുവൻ്റെയും ചൈതന്യമാണ്, വിശുദ്ധിയാണ്, പൈതൃകമാണ്. ഏൽപ്പിക്കുന്നു അഥവാ കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്ന ഇതിനെ ഗ്രീക്ക് ഭാഷയിൽ പാരഡോസിസ് എന്ന് വിളിക്കുന്നു. വചനം മാംസമായപ്പോൾ ക്രിസ്തുവിൻ്റെ ദൈവത്വവും മനുഷ്യത്വവും ചേർന്ന് ഒറ്റ സ്വഭാവം ആയിത്തീർന്നു എന്ന സത്യം ക്രിസ്തുവിലൂടെയുള്ള ഏക പാരമ്പര്യം, വൺ ട്രഡീഷനിലേക്ക് നമ്മെ നയിക്കുന്ന വിശ്വാസത്തിൻ്റെ കാതലായിത്തീർന്നു. ആ ചൈതന്യവും വിശുദ്ധിയും പ്രാപിക്കുവാൻ ക്രിസ്തീയ ജീവിതം കൊണ്ട് നമുക്കിടയാവട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.